ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഷഹീദും വയനാട്ടിൽ നിന്ന് മനു ഭരതും ചേരുന്നു. മനു, വയനാട്ടിലെ ഒരുക്കങ്ങൾ, വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകർ, അവരുടെ ഒരുക്കം, അതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ രാഹുലിൻ്റെ വരവുമായി ബന്ധപ്പെട്ട്. ശരത്, വയനാട്ടിൽ എല്ലാ തരത്തിലുള്ള സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി രാവിലെ 8 മണിയോടുകൂടി ഇവിടെ എത്തുമ്പോഴേക്കും വയനാട് വലിയ തോതിൽ രാഷ്ട്രീയമായി ഉണർന്നിരിക്കും എന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ജില്ലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ എല്ലാം തന്നെ തികഞ്ഞ ആവേശത്തിലാണ്. റോഡ് ഷോ മാർഗമായിരിക്കും അദ്ദേഹം കലക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പിന്നീട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഭാരവാഹികളുമായി അദ്ദേഹം സംവദിക്കും. ഇതോടുകൂടി തന്നെ പ്രത്യേകിച്ച് 3 സംസ്ഥാനങ്ങളുമായി രാഹുലിൻ്റെ വരവിന് ബന്ധമുണ്ടാകുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. കാരണം ഈ 3 സംസ്ഥാനങ്ങളിലും അതൊരു തരംഗമുണ്ടാകും. ഒപ്പം തന്നെ 3 ജില്ലകളിലും ആയുള്ള 5 മണ്ഡലങ്ങളിൽ വലിയ തോതിൽ UDFന് ഒരു മേൽക്കൈ നേടാനും ഈ തരംഗം സഹായകരമാകുമെന്നൊരു പൊതു പ്രതീക്ഷയാണുള്ളത്. പക്ഷേ LDFിൻ്റെ ഭാഗത്തു നിന്നും സമാനമായി രാഹുൽ ഗാന്ധിക്ക് അനായാസമായി ഒരു വിജയം നൽകേണ്ട കാര്യമില്ല എന്നൊരു നിലപാടാണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തനം LDFിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായി നടക്കുന്നു. 3 കേന്ദ്രങ്ങൾ, അതായത് മനു പറഞ്ഞൊന്ന് പൂർത്തിയാക്കൂ. 3 കേന്ദ്രങ്ങൾ. അതായത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗം, അതുപോലെ മലയോര കർഷകർ, അതുകൂടാതെ തന്നെ ആദിവാസി സമൂഹം, ഈ 3 കേന്ദ്രങ്ങളെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിക്കായിരിക്കും LDF തുടക്കം കുറിക്കുക. സമാനമായ സാഹചര്യം അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്ന പ്രകടന പത്രികയുമായിരിക്കും കോൺഗ്രസ് വോട്ടർമാരെ നേരിടുക. ശരി, മനുവാണ് വിശദാംശങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നൽകിയത്. ഷഹീദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. ഷഹീദ്, നേരത്തെ രമേശ് ചെന്നിത്തല സംസാരിച്ചു, ഇപ്പോൾ മുകുൾ വാസ്നിക് സംസാരിച്ചു. കോഴിക്കോട്ടെ വാർ റൂം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ വരവ് തുടർന്ന് എത്ര പ്രാവശ്യം എത്തും, എങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തുടരുക, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആലോചനയാണോ, അതിൻ്റെ കൂടിയാലോചനകൾക്കൊക്കെയാണോ ഇന്നിപ്പോൾ തുടക്കമായിരിക്കുന്നത് കോഴിക്കോട്ട്? തീർച്ചയായും ശരത്ത്, അത്തരം ആലോചനകൾ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നടന്നു കഴിഞ്ഞു. അതിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് KC വേണുഗോപാലും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എത്തും. ഒപ്പം നാളെ രാവിലെ 11 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തും. റോഡ് ഷോ ആയിട്ടായിരിക്കും SKMJ ഹൈസ്കൂളിൽ നിന്ന് റോഡ് ഷോ ആയിട്ടായിരിക്കും സിവിൽ സ്റ്റേഷനിലേക്ക് എത്തി പത്രികാ സമർപ്പണം നടത്തുക. ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു രൂപരേഖ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഏത് രീതിയിൽ പ്രചരണം രാഹുൽ എത്തുന്ന സമയത്ത് അത് മുഴുവൻ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുന്ന ഒരു നേട്ടമാക്കി മാറ്റുന്ന തരത്തിൽ ഏത് രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് സംബന്ധിച്ചൊക്കെ പ്രാഥമികമായ ഒരു കൂടിയാലോചനകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇപ്പോഴും UDF നേതാക്കന്മാർ, കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇപ്പോൾ ഈ ഹോട്ടൽ മുറിയിലുണ്ട്. പിന്നീട് ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ശേഷം പിന്നീട് രാഹുൽ എപ്പോഴൊക്കെ മണ്ഡലത്തിൽ ഏത് സമയത്തൊക്കെ വരും, അത് മറ്റു മണ്ഡലങ്ങളിൽ അദ്ദേഹം പോകുമ്പോൾ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും തീരുമാനമാകേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇനിയും രൂപരേഖ ആയി വരുന്നതേയുള്ളൂ എന്നുള്ള കാര്യമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെയും CPMന്റെയും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ ഇവരുടെ ഇപ്പോൾ ശരത് സൂചിപ്പിച്ച പോലെയുള്ള വാർ റൂമിൽ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ദേശീയ തലത്തിൽ BJP നടത്തുന്ന പ്രചരണം ഭൂരിപക്ഷ മണ്ഡലത്തിലേക്ക് രാഹുൽ ഒളിച്ചോടി എന്നുള്ള ഒരു കാര്യം, അതിനെ വസ്തുതാപരമായി തന്നെ വസ്തുതകൾ നിരത്തി എതിർക്കാനാണ്, അല്ലെങ്കിൽ അത് കണക്കുകൾ നിരത്തി അതിനെ പരാജയപ്പെടുത്താൻ, അതിനെ ആക്രമിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതായത് വയനാട് ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്, വീരപഴശ്ശിയുടെ മണ്ഡലമാണ്, നാടാണ്. അത്തരത്തിലൊരു മണ്ഡലത്തെ വർഗീയ ചേരിതിരിവ്, തിരഞ്ഞെടുപ്പ് വർഗീയ ചേരിതിരിവിന് BJP ഉപയോഗിക്കുകയാണെന്ന തരത്തിലുള്ള പ്രചരണം സംസ്ഥാനത്തിനകത്തും പുറത്തും നടത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ അത്തരമൊരു ആലോചന നടത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ CPMനെ, പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് CPM കോൺഗ്രസിന്റെ കൂടി പല സ്ഥലങ്ങളിലും വയനാടിന് തൊട്ടപ്പുറത്തുള്ള നീലഗിരിയിൽ, തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരിയിൽ CPM കൂടി ഉൾപ്പെടെയുള്ള DMK കോൺഗ്രസ് സഖ്യം മത്സരിക്കുന്ന സമയത്ത് ഈ രീതിയിൽ രാഹുലിനെതിരെ ഒറ്റതിരിഞ്ഞ് വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നത്, ആ രീതിയിൽ മണ്ഡലത്തിൽ കേരളത്തിലും വയനാട്ടിലും മറ്റു മണ്ഡലങ്ങളിലും എല്ലാം പ്രചരണം നടത്താൻ തന്നെയാണ്, ആ രീതിയിൽ മറു ആക്രമണം നടത്താനാണ്, പ്രത്യാക്രമണം നടത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആ തരത്തിലുള്ള ആലോചനകളും നടന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് BJPയുടെ ദേശീയ തലത്തിലുള്ള പ്രചരണം, ഒപ്പം മുസ്ലിം ലീഗിനൊപ്പം നടത്തുന്ന പ്രചരണം, മുസ്ലിം ലീഗിന്റെ പതാക മറ്റ് പാക് പതാകയായി തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന പ്രചരണം, ഇത്തരം പ്രചരണങ്ങളെയൊന്നും തങ്ങൾ മുഖവിലേക്ക് കിടക്കുന്നില്ല എന്ന് UDF നേതാക്കന്മാർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഒപ്പമാണ് KC വേണുഗോപാലും ചെന്നിത്തലയും വാർത്താ സമ്മേളനം നടത്തിയത്. അത്തരം പ്രചാരണങ്ങളെ തങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് നേതാക്കന്മാർ
പറഞ്ഞിരിക്കുന്നത് ഒറ്റക്കെട്ടായി UDF ഏത് രീതിയിലാണോ ഇത്രയും സമയം ഇത്രയും കാലം UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നേരിട്ടത് ആ രീതിയിൽ തന്നെ UDF ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് പ്രചരണ രംഗത്തും സജീവമാകുമെന്ന നിലപാടും UDF നേതാക്കന്മാർ വ്യക്തമാക്കി. ശരി, ഷഹീദും മനു ഭരത്തുമാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി സംസാരിച്ച് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് ഷഹീദ് തയ്യാറാക്കിയ റിപ്പോർട്ടിനി കാണാം. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവിലൂടെ വലിയ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നാണ് UDF കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ഏത് രീതിയിൽ രാഹുലിന്റെ വരവ് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? ഞാൻ പറഞ്ഞത് ഗുണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ദേശീയ ഫോക്കസ് കിട്ടാനുള്ളൊരു അവസരമാണിത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഭജന രാഷ്ട്രീയമാണ്. അത് പലതിൻ്റെ പേരിലും പ്രദേശത്തിൻ്റെ പേരിലും. അപ്പോൾ അത് മാറ്റും. അമേഠിയിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ള ആരോപണത്തെ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് വരും ദിവസങ്ങൾ വിശദീകരിക്കുക? അത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അമേഠിയിൽ നിന്ന് ഭയന്നിട്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം മോഡിയുടെ ഏറ്റവും ഭീകരമായ തരംഗം ഉണ്ടായിട്ട് 1,00,000 വോട്ടിന് രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലമാണ് അമേഠി. പിന്നെ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഭയന്ന് വരുന്നു എന്ന് പറഞ്ഞ് അതിന് മറുപടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറുപടി അറിയിക്കുന്ന ഒരു ചോദ്യമേ അല്ല. കേരളത്തിന് പുറത്ത് CPM-ന്റെ കൂടി പിന്തുണയോടെ CPM-ന്റെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ. പക്ഷേ കേരളത്തിൽ വ്യക്തി തിരിഞ്ഞ് വലിയ ആക്ഷേപം രാഹുലിനെതിരെ CPM പോയിരിക്കുന്നു. പ്രഖ്യാപിച്ചിട്ടുണ്ടോ അത്? പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എങ്കിൽ കൂടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബംഗാളിൽ എന്തായിരുന്നു CPM എടുത്ത നിലപാട്? ബംഗാളിൽ എന്തായിരുന്നു CPM എടുത്ത നിലപാട്? എന്തിന് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPM എടുത്ത നിലപാട് എന്തായിരുന്നു? പക്ഷെ ഞങ്ങൾക്ക് CPM-നോട് വിരോധമില്ല. പക്ഷെ CPM-ന്റെ നിലപാടൊക്കെ ആശയപരമായ ദാരിദ്ര്യത്തിലേക്ക് അവർ പോകുന്നത്. തിരിഞ്ഞുള്ള ആക്ഷേപത്തെ എങ്ങനെയാണ്? അത് ജനങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ അതിനൊന്നും മറുപടി തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെ മനസ്സിലായല്ലോ, അവരുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് എന്താണെന്നതിൽ വ്യക്തമായിട്ട് മനസ്സിലായി. കാര്യം കൂടി, ഈ നേരത്തെ ഞാൻ സംസാരിച്ച ഈ മുസ്ലിം ലീഗിന്റെ ഒപ്പമുള്ള ഈ പ്രചാരണത്തെ ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണത്തിലേക്ക് BJP പോവുകയാണ്. അതിനെ എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദപ്പെട്ട മാധ്യമം പ്രവർത്തകർ എന്നതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി 540 പാർലമെന്റ് നിയോജകമണ്ഡലം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയാണോ ഒരു മത്സരത്തെ വിലയിരുത്തേണ്ടത്? അതും കശ്മീർ പോലുള്ളൊരു സംസ്ഥാനത്ത് PDP പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ കൂട്ടുപിടിച്ച് അവരുടെ മുഖ്യമന്ത്രിയെ അവരോധിച്ച് അതിൻ്റെ കീഴിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനടക്കം പോയി പങ്കെടുത്ത മോഡിയാണ് ഇപ്പോൾ പറയുന്നത് ഈ ന്യായം. സത്യത്തിൽ കേരളത്തോടുള്ള അപമാനമല്ലേ? കേരളം ഏതെങ്കിലും ജാതി തിരിച്ചുള്ള സ്റ്റേറ്റാണോ മത്സരിക്കുന്നത്? അത് നിങ്ങൾ തീരുമാനിക്കേണ്ട, മാധ്യമപ്രവർത്തകരാണ് പറയേണ്ടത്. കേരളം പോലുള്ളൊരു സംസ്ഥാനം ഏതെങ്കിലും ജാതിക്ക് വേണ്ടി നീക്കിവെച്ച സംസ്ഥാനമാണോ? ആണോ? ആ ചോദ്യം ഇവിടെ ആരും ചോദിക്കുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യത്തിൽ എന്ത് വിവാദപരമായ സ്റ്റേറ്റ്മെൻ്റാണത്? കേരളത്തിനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേരിടുന്ന ഒരു വെല്ലുവിളി, രാഹുലിന്റെ വരവ് വലിയ നേട്ടമാക്കി മാറ്റേണ്ടത് കോൺഗ്രസിന്റെ കൂടി ഒരു ബാധ്യതയാണ്. മറ്റു മണ്ഡലങ്ങളിൽ കൂടി ഏത് രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ അതിനെ എല്ലാത്തിനും നല്ല ഫലങ്ങളുണ്ടാവും, സംശയം. തീർച്ചയായും ആ തരത്തിൽ വലിയ ആത്മവിശ്വാസമാണ്. വിമർശനങ്ങളെ അതേ രീതിയിൽ നേരിടുമെന്ന അടുത്ത ആത്മവിശ്വാസം, രാഹുലിന്റെ വരവ് വലിയ നേട്ടമാക്കി മാറ്റുമെന്ന ആത്മവിശ്വാസത്തിലാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ന്യൂസ് 8 പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ